ഈ രാവിലെ തന്നെ നല്ല മഴ പെയ്തുള്ള കുഴപ്പം, നല്ല വിശപ്പും കൂടെ കാണും. അപ്പം പിന്നെ ഇന്നും വേറെ ഒന്നും നോക്കിയില്ല, ഉമ്മാൻ്റെ വകയെന്നൊരു ചോദ്യം, കുഴക്കട്ടാക്കിയാലോ എന്ന്. അപ്പം പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ അത് തന്നെ റെഡിയാക്കാമെന്ന് കരുതി. അങ്ങനെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വലിയ ഉണ്ടകളാക്കിയിട്ട് വേവിച്ചെടുക്കും കേട്ടോ. പിന്നെ ഇതേപോലെ ഇരുന്നിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ഈസിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചൂടോട് കൂടി തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ചമ്മന്തി പൊടിച്ചപ്പോൾ ഇന്നൊരു പൂതി, കുറച്ച് മധുരത്തിലും കൂടി റെഡിയാക്കിയാലോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക, കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക, കുറച്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചമ്മന്തി പൊടിക്കുന്നതിൽ നിന്ന് ഇഷ്കി വെച്ചിട്ടുള്ള കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേറൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ തേങ്ങൻ്റെ പാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ കുഴക്കട്ടയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള മധുര കുഴക്കട്ട ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതിലൊരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ നമ്മളെ മധുരമൊക്കെ നമ്മളെ ഈ കുഴക്കട്ടയിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലും കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നെയ്യും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്യ് ഞാൻ ചേർത്തിട്ടില്ല, മക്കൾക്ക് ചില സമയത്തൊന്നും അതിൻ്റെ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മളെ മധുര കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മളെ ചമ്മന്തി കുഴക്കട്ട ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ പോലെ നമ്മളെ മധുര കുഴക്കട്ട ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.